ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ മാവൊന്നും കുഴക്കാതെ പരത്താതെ നല്ല ഈസി ആയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തിൽ 2-3 മിനിറ്റ് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെയാണ് നമുക്കിത് കഴിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിലിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഓവർ വയന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു മീഡിയം ലെവലിലൊന്ന് കുക്കായി കിട്ടിയാൽ മതി. അതിലേക്ക് നമ്മൾ കുറച്ചൊരു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ്റെ മസാലപ്പൊടിയോ എന്തെങ്കിലും ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ പൊടികളൊന്നും ആവശ്യമില്ല. ഇനി അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. വേറെ പൊടികളൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഓവർ പൊടികളൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ഇത് പൊടിയൊന്നും കുഴച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ആണെങ്കിലും പ്രശ്നമില്ല, മൈദ ആണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല ലൂസിലായിരിക്കും കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. ഒരു കടലാസ് ദോശയുടെ ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അത്രക്കും തിന്നാവുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പാൻ ചൂടാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരു 2 സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ദോശ തന്നെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത്ര പണിയുള്ളൂ ഇതിൻ്റെ ആ ഒരു ബേസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മയണൈസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസും കൂടിയും ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പം ഒന്നും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു മാവ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ദോശയുടെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്പ്രിംഗ് റോളൊക്കെ നല്ലപോലെ മടക്കിയെടുക്കുന്ന ആ ഒരു രൂപത്തിൽ മടക്കിയെടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ലൊരു സമൂസേൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ 2 സൈഡിൽ മാത്രമായിട്ട് ഞാൻ കുറച്ചൊന്ന് ഇതുപോലെ ബ്രെഡ് ക്രംസ് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദാമാവിൽ മുക്കിയതിന് ശേഷം അത് ഓപ്ഷണലാണ്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗിയും ഒരു ടേസ്റ്റും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഓവർ എണ്ണൊന്നും ഇല്ലാത്ത പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ്. എന്നാൽ നമ്മളെ സമൂസേൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ.